എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാലോ, റൂക്കി പ്രോ ഒരു എൻട്രി ലെവൽ ഫുൾ സസ്പെൻഷൻ ബൈക്കാണ്. ആ ഒരു ബൈക്ക് നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ കത്തിക്കേറി നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ബോക്സ് വന്നു. ഞാൻ കമ്പനിയിൽ വിളിച്ച് ചോദിച്ചു, ക്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കമ്പനിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ബൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ്. നമുക്ക് അങ്ങനെ പല കമ്പനിക്കാരും കഴിഞ്ഞൊരു 8 വർഷമായിട്ട് നമുക്ക് ഓരോ ബൈക്സും ഇങ്ങനെ അയച്ചു തരാറുണ്ട്, ടെസ്റ്റ് ചെയ്യാനും വീഡിയോ ചെയ്യാനും എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട്. സോ ഞാൻ പെട്ടെന്നൊരു ഇതായതുകൊണ്ട് പുതിയൊരു ലോഞ്ച് ആണെന്ന് കണ്ടപ്പോൾ നിങ്ങളെയും ഒന്ന് അൺബോക്സ് ചെയ്ത് അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് സുഹൃത്തുക്കളെ ചെറിയൊരു വ്ളോഗ് എടുക്കുന്നത്. കുറച്ച് ദിവസമായിട്ടുണ്ട്, 8 ദിവസത്തോളം ആയിട്ടുണ്ട് നമ്മളൊരു ഡെയിലി വ്ളോഗ് ഇട്ടിട്ട്, ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ട്. ഷോർട്ട് വീഡിയോസാണ് കൂടുതലും വരാറ്. സോ നമുക്ക് ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് പൊട്ടിക്കാം. അപ്പോൾ നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ. ക്രോൻ്റെ വൈപ്പർ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. സോ നമുക്ക് പെട്ടി അൺബോക്സ് ചെയ്യാം സുഹൃത്തുക്കളെ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. അതിൻ്റെ പേര് വൈപ്പർ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പെട്ടി ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, മോഡല് വൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മോഡല് കളറ് വൈറ്റ് ആണ്. പിന്നെന്താ 29 സൈസ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. 24 ഗിയർ വരുന്നത് കേട്ടോ, 24 ഗിയർ വരുന്നത്. ഇവരുടെ വൈറ്റ് കളറ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്, എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആണ്. നോർമൽ എല്ലാ ഇതിനും കിട്ടുന്ന പോലെ തന്നെ ഒരു ഇത് കൈയോടെ അൺബോക്സ് ചെയ്യല്ലേ. ഇതാ എനിക്ക് കാണാൻ വേണ്ടി മാത്രമാണ്, പക്ഷേ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. പുതിയതായിട്ട് ലോഞ്ച് ആയത് നിങ്ങളും അറിഞ്ഞു കാണും. ഈ വീഡിയോ എടുക്കുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ സാരാംശം. ഇതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, വേറെ ഇതുകളൊന്നുമില്ല. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് പയ്യെ ബൈക്കൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിലേക്ക് എടുക്കാട്ടോ. എവിടെ തടയുന്നുണ്ടോ? സോ ഇതാണ് നമ്മുടെ പുതിയ ബൈക്ക് സുഹൃത്തുക്കളെ. എവിടെ വയ്ക്കട്ടെ. ഇതാ ഇവിടെ നമുക്ക് ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ സ്റ്റോറിൽ കൊണ്ടുപോയിട്ട് ഫുൾ അൺബോക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഞാൻ കാട്ടി തരാം കേട്ടോ. ക്രോൻ്റെ വൈപ്പർ 29 സൈസാണ് വരുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, ഫൈനലി ഇതാണ് നമ്മുടെ ഫുള്ളി ഫിറ്റ് ചെയ്തിട്ടുള്ള ക്രോ വൈപ്പർ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയൻറ്റിൻ്റെ മോഡൽ വരുന്നത്. ആക്ച്വലി ഇത് ക്രോൻ്റെ ഏറ്റവും പുതിയ കളറാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറും കൂടി തന്നെയാണ്. നമുക്ക് സാധാരണ റിവ്യൂ തുടങ്ങുന്നത് പോലെ തന്നെ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നമുക്ക് 29 വീൽ സൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹിമാലയൻ ട്രയലിൻ്റെ ആണ് ടയർ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 60 PSI വരെ ടയറിൽ അടിക്കാം. എങ്ങനെ അടിക്കണം എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. മാർക്കിംഗ് ഒക്കെ എവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ടയറിൻ്റെ സൈഡിൽ മാർക്കിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ക്വിക്ക് റിലീസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഡിസ്ക് ബ്രേക്കും മെക്കാനിക്കൽ ബ്രേക്കാണ് കൊടുക്കുന്നത്. ക്വിക്ക് റിലീസ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇപ്പോൾ തന്നെ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്തതാണ്. ഷോപ്പിൽ നിന്ന് ഡെലിവറി പോണതാണ് കേട്ടോ. ഓൺലൈൻ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരും. തൃശ്ശൂർ നമ്മുടെ സ്റ്റോറിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഫുൾ കോംപ്ലിമെൻറ്റ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് തരും കേട്ടോ. ഇതൊക്കെ എക്സ്ട്രാ പർച്ചേസ് ചെയ്തതാണ്. ഈ ബോട്ടിൽ ഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സമയത്തും ഓരോരോ ഓഫറുകളായിരിക്കും. നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. പറഞ്ഞു വന്നത്, ഞാനിവിടെ നമ്പർ നമ്മുടെ ഷോപ്പിൻ്റെ കൊടുക്കുക. നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. കിടിലൻ ഓഫറിലും ഫുൾ റെസ്പോൺസിബിളി നമ്മൾ ഏറ്റെടുക്കും. ഓൺലൈനിൽ വാങ്ങുമ്പോൾ ഉള്ളതിനെക്കാട്ടും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ നിന്ന് എടുക്കും. കറക്റ്റ് ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ സസ്പെൻഷൻ വരുന്നത് സൂമിൻ്റെ മെസാറ എന്ന് പറഞ്ഞിട്ടുള്ള ലോക്കൗട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ബൈക്കിൽ. അത് ഫാക്ടറിയിൽ നിന്ന് സെറ്റ് ചെയ്യേണ്ടതാണ്, നമ്മൾ ചെയ്യേണ്ടതല്ല. പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റിന് പുറത്ത് ലോക്ക് ഉണ്ട്. ലോക്കൗട്ട് ഉള്ളത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും ഭേദം അൺലോക്ക് ചെയ്തിട്ട് എപ്പോഴും റൈഡ് ചെയ്യുന്നതാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രെയിം നമുക്ക്
ഫുള്ളൊരു വൈറ്റ് കളറിലാണ് വരുന്നത്. അതിൽ റെഡ് മെറൂൺ അല്ലേ ഇത്, ബ്രൗൺ, അതിൻ്റെ ഇടയിൽ ഈ കളറിന് ഇതെന്ന് പറയുക പെട്ടെന്ന് വരുന്നില്ല കേട്ടോ. യെല്ലോ, റെഡ്, അങ്ങനെ എല്ലാ കളറിലും ആയിട്ട് നല്ല ഒരു ഫിനിഷിങ്ങിൽ ബൈക്കിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. പേഴ്സണലി നല്ലൊരു കളറായിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രെയിമിൽ ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ് ആയതുകൊണ്ട് ഫ്രെയിം നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. എലോയാണ് ഫ്രെയിം വരണത്. എലോയ് ഫ്രെയിം, അതിൽ നമുക്ക് നല്ല കുഷ്യൻഡ് ആയിട്ടുള്ളൊരു സീറ്റ് വരുന്നുണ്ട്. മെമ്മറി ഫോമുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരണത്. അതുപോലെ തന്നെ നേരെ അതിൻ്റെ മേജർ പാർട്സിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഷിമാനോൻ്റെ തന്നെയാണ് ക്രാങ്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വൈപ്പർ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇതിൽ ഫ്രണ്ടിൽ 3 സ്പീഡും ബാക്കിൽ 8 സ്പീഡാണ് വരണത്. ഷിമാനോൻ്റെ തന്നെ സൗണ്ട് നോക്കി നിങ്ങൾ, നല്ല കിഡിലൻ സൗണ്ട് വരുന്നുണ്ട്. ഷിഫ്റ്ററൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഹൈഡ്രോളിക് ബ്രേക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പാകത്തിനുള്ള ഷിഫ്റ്ററൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബെസ്റ്റ് ഷിഫ്റ്റേഴ്സാണ് ഷിമാനോൻ്റെ. പിന്നെ ഹാൻഡിൽ ബാറിൽ ഭയങ്കര പാം റെസ്റ്റ്, നമുക്ക് നല്ലൊരു ഗ്രിപ്പ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റും ഹാൻഡിൽ ബാർ ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഒരു 680 mm വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ നേരത്തെ പറഞ്ഞു നിർത്തിയത് 8 സ്പീഡിൻ്റെ ഒരു കെസറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. കെസറ്റ് സ്പ്രോക്കറ്റാണ്. കെസറ്റ് ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. 9 സ്പീഡിലേക്കോ 10 സ്പീഡിലേക്കോ അപ്ഗ്രേഡ് ചെയ്യാം. ഷിമാനോ SR ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ 29 വീൽ സൈസ്, ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ഹിമാലയൻ ടയറിൻ്റെ ആണ് ഇത് വന്നിരിക്കുന്നത്. ഷ്രേഡർ വാൽവാണ് കൊടുത്തിരിക്കുന്ന വാൽവും വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക്, അല്ലെങ്കിൽ ഒരു ഏറ്റവും നിലവിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും ബഡ്ജറ്റായിട്ട് 20 ചില്ലറയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വരണത്. ഇത് റിവീലായിട്ടില്ല കറക്റ്റ് പ്രൈസ്, എന്നാലും ഒരു 21,000-22,000 ഉള്ളിലൊക്കെ താഴെയാണ് പ്രൈസിങ്ങൊക്കെ കറക്റ്റ് വരണത്. നിങ്ങൾ ബഡ്ജറ്റായിട്ടൊരു ബൈക്ക് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബഡ്ജറ്റായിട്ടും സ്പെക്ക് നല്ല സ്പെസിഫിക്കേഷനിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ക്രോൻ്റെ വൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. അപ്പോൾ ഓൺലൈനിൽ കാട്ടുന്ന റേറ്റിനെക്കാട്ടും നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരും. അത് മാക്സിമം ശ്രദ്ധിക്കുക. ഫുൾ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ കറക്റ്റ് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരും. നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുന്ന റേറ്റിനെക്കാട്ടും അതുപോലെ തന്നെ ഷോപ്പിൽ വരുമ്പോൾ പ്രൈസ് സ്വാഭാവികമായിട്ടും കൂടും. നമ്മൾ ഷോപ്പിൽ നിന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കൊടുക്കുക. അതിൻ്റെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ വരും, അത് സെപ്പറേറ്റ് വേറെ വരും. അതങ്ങനെയാണ്. അപ്പോൾ ഓൺലൈനിൽ വീട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഫ്രീ ആയിട്ട് എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്പർ ഞാനിവിടെ കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓടിച്ച് നോക്കി നോക്കാം. ഓടിച്ച് നോക്കാൻ ഞാൻ ഒരു വട്ടം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ്. കാരണം ഇത് ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുള്ള വണ്ടിയാണ്. വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നേരത്തെ അൺബോക്സ് ചെയ്ത സമയത്ത് ഒരു കസ്റ്റമർ വന്ന് ഓടിച്ച് നോക്കിയിട്ടുള്ളൊരു മോഡലാണ്. അതുകൊണ്ടാണ് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് ഫിറ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നു. അതിന് ശേഷം അവർക്കിത് ഇഷ്ടപ്പെട്ടു. ചെസ്റ്റ് മൗണ്ട് ഭയങ്കര ലൂസായ സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമുക്ക് ചെസ്റ്റ് മൗണ്ട് ഇല്ല. നമുക്ക് ഇങ്ങനെ തന്നെ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഒന്ന് ഓടിച്ച് നോക്കി നോക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഷിഫ്റ്റിങ്ങും ഓക്കെ ആണോ നോക്കണം. കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് അധികം പുറത്തേക്ക് എടുക്കാനും പറ്റില്ല. ഞാൻ തന്നെയാണ് ഇതിൻ്റെ ട്യൂണിങ്ങും ഷിഫ്റ്റിങ്ങും എല്ലാം ചെക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്യുക. ടെക്നീഷ്യൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ കൂടെ കട്ട് ചെയ്ത് പോവാം. നമുക്ക് ഈ ബിൽഡിങ്ങിന് ചുറ്റും നമുക്ക് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കുമ്പോൾ 29 ആയതുകൊണ്ട് നല്ല റോളിങ് ഇത് വരുന്നുണ്ട് കേട്ടോ. നല്ല റോളിംഗ് ഉണ്ട്, സ്മൂത്ത് റൈഡിങ് ആണ്. ഷിമാനോൻ്റെ തന്നെ ഷിഫ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഷിഫ്റ്ററാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഷിഫ്റ്ററാണ്. M3500 സംതിങ് ആണ് നമ്പർ, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് മോഡൽ നെയിം. സിംഗിളായിട്ട് ബ്രേക്കിനോട് ചേർന്നിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം നമുക്ക് കുറച്ചും കൂടി ഈസി ഷിഫ്റ്റിങ്ങും പ്രിസൈസാണ്, ക്രിസ്പാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതാണ് ഷിഫ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സസ്പെൻഷൻ ഞാൻ പറഞ്ഞില്ലേ, സസ്പെൻഷൻ നല്ല ആക്ഷനുള്ള സസ്പെൻഷനാണ്. ആ സസ്പെൻഷൻ നിങ്ങൾ എപ്പോഴും അൺലോക്ക് ചെയ്തിട്ട് വയ്ക്കുക, ലോക്ക് ചെയ്ത് വയ്ക്കാതിരിക്കുക. അതൊക്കെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ കേട്ടോ. നമുക്ക് ഇതിൽ കൂടെ കട്ട് ചെയ്ത് കയറ്റി നമ്മുടെ സ്റ്റോറിലേക്ക് വയ്ക്കാം. ആൾ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വന്ന്
പർച്ചേസ് ചെയ്യാന്നാണ് പറഞ്ഞു നോക്കണത്. സോ അത്രയ്ക്കൊക്കെയുള്ള നമ്മുടെ ക്രോ വൈപ്പർ മാക്സിൻ്റെ വിശേഷങ്ങൾ സുഹൃത്തുക്കളെ. ജോഷ് ബൈക്സിൽ ബൈക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അനവധി ഓഫറുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ ഇവിടെ കൊടുക്കാം, ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കിടലൻ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ 6 മണിക്കാണ് സ്റ്റിൽ ബൈ. 6 മണിക്ക് ഒരു അഭിഷോക്തി പറഞ്ഞതാണ് ശരി.